എല്ലാവർക്കും പച്ചവെള്ളത്തിലേക്ക് സ്വാഗതം. നമ്മുടെ അടുത്ത ക്ലാസ്സാണ് നാണ്യവിളകൾ. വിളകളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാമായിരുന്നു അല്ലേ? ഏതൊക്കെയാണ്? ഭക്ഷ്യവിളകളും നാണ്യവിളകളും. ഇനി നാണ്യവിളകൾ ഏതൊക്കെയാന്ന് നോക്കാം. നാണ്യവിളകളെ പ്രധാനമായിട്ടും 4 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. നാരുവിളകൾ, പാനീയ വിളകൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, മറ്റു വിളകൾ എന്നിവയായിട്ട്. ഏതൊക്കെയായിട്ട്? നാണ്യവിളകളെ പ്രധാനമായിട്ടും 4 ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. നാരുവിളകൾ, പാനീയവിളകൾ, സുഗന്ധവിളകൾ, മറ്റു വിളകൾ. നാരുവിളകളിൽ ഉൾപ്പെടുന്നതാണ് പരുത്തി, ചണം പോലെയുള്ളവ. പാനീയവിളകളോ തേയില, കാപ്പി പോലെയുള്ളതാണ്. ഇനി സുഗന്ധവിളകൾ എടുത്തു കഴിഞ്ഞാലോ ഏലം, കുരുമുളക് പോലെയുള്ളവയാണ്. മറ്റു വിളകളിൽ ഉൾപ്പെടുന്നവയാണ് കരിമ്പ്, റബ്ബർ പോലെയുള്ളവ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് ഏതാണ്? ഉത്തർപ്രദേശിലാണ്. ഇന്ത്യയിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് ബ്രസീലിലാണെന്ന് പഠിക്കുക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യപ്പെടുന്നത് ഇടുക്കിയിലാണ്. അപ്പൊ ലോകത്ത് ബ്രസീല്, ഇന്ത്യയിൽ ഉത്തർപ്രദേശ്, കേരളത്തില് ഇടുക്കി. വിളവെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫാക്ടറികളിൽ എത്തിച്ച് ഇതിന്റെ നീരെടുക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോൾ തന്നെ അതിന്റെ നീരെടുത്തില്ലെങ്കിൽ കരിമ്പിലെ സൂക്രോസിന്റെ അളവ് കുറയും എന്ന കാരണത്താലാണ്. സക്കാരം ഒഫീഷ്യനാരം എന്നാണ് കരിമ്പിന്റെ ശാസ്ത്രീയ നാമം. PSCക്ക് ശാസ്ത്രീയ നാമങ്ങൾ നിരവധി ചോദ്യങ്ങൾ കാണാറുണ്ട്. സക്കാരം ഒഫീഷ്യനാരം എന്നാണ് കരിമ്പിന്റെ ശാസ്ത്രീയ നാമം. എന്താണ്? കരിമ്പിന്റെ ശാസ്ത്രീയ നാമമാണ് സക്കാരം ഒഫീഷ്യനാരം. സക്കാരം ഒഫീഷ്യനാരം എന്ന് ഓർത്തു വെക്കുക കൂട്ടുകാര്. 2019 നവംബർ കരിമ്പ് കർഷകർക്ക് വേണ്ടി ഉത്തർപ്രദേശിൽ ആരംഭിച്ച ആപ്ലിക്കേഷനാണ് ഇ ഗന്ന ആപ്പ്. അപ്പൊ ഒന്നോർത്ത് നോക്കിക്കേ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അപ്പൊ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ആപ്പ് തുടങ്ങിയ ആപ്പിന്റെ പേരാണ് ഇ ഗന്ന ആപ്പ്. ഉത്തരേന്ത്യൻ സമതല പ്രദേശങ്ങൾ, ഡെക്കാൻ പീഠഭൂമി പ്രദേശം എന്നിവയാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കരിമ്പ് കൃഷി ചെയ്യപ്പെടുന്ന പ്രദേശങ്ങൾ. കരിമ്പിന്റെ ജന്മദേശം എവിടെയാണ്? ഇന്ത്യയാണ്. എവിടെയാണ്? ന്യൂ ഗിനിയയിൽ കരിമ്പിന്റെ ഉൽപാദനം നടന്നിരുന്നു എന്ന വാദം ഉണ്ട്. അതുകൊണ്ട് തന്നെ 2021 LGS മെയിൻ പരീക്ഷയുടെ അന്തിമ ഉത്തര സൂചികയിൽ നിന്ന് ഈ ചോദ്യം ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ത്യ ആണ് ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ ഒന്ന് ശ്രദ്ധിക്കുക. അടുത്ത വിളയാണ് നമ്മുടെ തേയില എന്ന് പറയും കേട്ടോ. അടുത്ത വിളയാണ് എന്ത്? തേയില. തേയിലയുടെ ജന്മദേശം എവിടെയായിട്ടാണ് കരുതപ്പെടുന്നത്? അത് ചൈനയിലാണ്. എവിടെയാണ്? ചൈനയിലാണ് തേയിലയുടെ ജന്മദേശമായി കരുതപ്പെടുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്നത് ചൈനയിലാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? ചൈനയിലാണ്. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഭൂരിഭാഗം തേയിലയും സംഭാവന ചെയ്യുന്നത് ഏത് സംസ്ഥാനമാണെന്ന് PSC ചോദിച്ചു കഴിഞ്ഞാൽ ആസാമാണ്. അഥവാ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? അത് ആസാമാണ്. ഇനി PSC ചോദിക്കുകയാണ് ഏറ്റവും കൂടുതൽ തേയില ഇറക്കുമതി ചെയ്യുന്ന രാജ്യം അത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാലോ അത് പാകിസ്ഥാന്, ഇറാന് പോലുള്ള രാജ്യങ്ങളാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ തേയില ഇറക്കുമതി ചെയ്യപ്പെടുന്നത് എവിടെയാണ്? ഇറക്കുമതി ചെയ്യുന്നത് ഏത് രാജ്യങ്ങളിലേക്കാണ്? ഏത് രാജ്യത്താണ് ഇറക്കുമതി കൂടുതൽ ചെയ്യുന്നത്? അത് പാകിസ്ഥാന്, അതുപോലെ ഇറാൻ പോലുള്ള രാജ്യങ്ങളാണ് കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നത്. 1823 ബ്രിട്ടീഷ് മേജർ റോബർട്ട് ബ്രൂസ് ആണ് ഇന്ത്യയിൽ ആദ്യമായി തേയിലച്ചെടി കണ്ടെത്തിയത്. ലോകത്തിലെ ഏറ്റവും വലിയ തേയില വിപണന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് PSC ചോദിച്ചു കഴിഞ്ഞാൽ ആസാമിലെ ഗുവാഹത്തിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ തേയില വിപണന കേന്ദ്രം എവിടെയാണ്? ആസാമിലെ ഗുവാഹത്തിയാണ് എന്ന് കൂട്ടുകാര് ഓർത്തിരിക്കുക. ഇന്ത്യയിലെ ഉൽപാദനത്തിൽ 2ാം സ്ഥാനമുള്ള സംസ്ഥാനം ഏതാണ്? അത് ബംഗാളാണ്. അപ്പോൾ
തേയില ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനം നിൽക്കുന്ന സംസ്ഥാനം ആസാം, രണ്ടാം സ്ഥാനം ബംഗാളാണ്. ജൈവാംശമുള്ള ജലം വാർന്നു പോകുന്ന മണ്ണാണ് തേയില കൃഷിക്ക് ഏറെ അനുയോജ്യം. മഞ്ഞ് വീഴ്ച തേയില കൃഷിക്ക് ദോഷമാണ്. ഇനി ആസാമിനും ബംഗാളിനും പുറമെ എവിടെയൊക്കെ ഇത് കൃഷി ചെയ്യുന്നുണ്ട്? കേരളം അല്ലേ, നമ്മുടെ മൂന്നാർ ടീ എസ്റ്റേറ്റ് അല്ലേ, അതുപോലെ തമിഴ്നാട് തുടങ്ങിയ സ്റ്റേറ്റുകളിലും തേയില പ്രധാനമായിട്ടും കൃഷി ചെയ്യപ്പെടുന്നു. 200 മുതൽ 250 സെന്റിമീറ്റർ വരെ വാർഷിക വർഷാപാതവും 25-30 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയുമുള്ള കുന്നിൻ ചെരിവിലാണ്, എവിടെയാണ്? കുന്നിൻ ചെരിവിലാണ് തേയില പ്രധാനമായും കൃഷി ചെയ്യപ്പെടുന്നത്. കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് ചോദിച്ചു കഴിഞ്ഞാൽ 20 മുതൽ 250 സെന്റിമീറ്റർ വരെ മഴ ലഭിക്കണം, 25 മുതൽ 30 ഡിഗ്രി വരെ ചൂടുമുണ്ടാകണമെന്ന് കൂട്ടുകാർ ഓർത്തിരിക്കുക. ഇന്ത്യയിലെ ദേശീയ പാനീയമാണ് ചായ. അന്താരാഷ്ട്ര തൈല ദിനമായി ആദ്യമായി ആചരിക്കപ്പെട്ടത്, അന്താരാഷ്ട്ര തൈല ദിനം ആദ്യമായി ആചരിക്കപ്പെട്ടത് ഏത് വർഷമാണ്? 2005 ഡിസംബർ 15 ന്യൂഡൽഹിയിലാണ്. തേയില ദിനം എന്നാണ്, ഡിസംബർ 15 അത് ആചരിച്ചത്. 2005 ന്യൂഡൽഹിയിൽ വെച്ചാണെന്ന് കൂട്ടുകാർ ഓർത്തിരിക്കുക. കേരളത്തിലെ തേയില കൃഷി ചെയ്യപ്പെടുന്ന ജില്ലകൾ ഏതൊക്കെയാ? പ്രധാനമായിട്ടും തേയില കൃഷികളുള്ള ജില്ല ഒന്ന് ഇടുക്കിയാണ്, മൂന്നാർ ടീ എസ്റ്റേറ്റ് ഒക്കെ വെച്ച് ഓർത്തിരിക്കാം. ഇടുക്കിയാണ്. 2 വയനാടാണ്. 1877 ഇംഗ്ലീഷുകാരനായ ജോൺ മൺറോയും പൂഞ്ഞാർ രാജാവായിരുന്ന കേരളവർമ്മയും തമ്മിലുണ്ടാക്കിയ കരാറിന്റെ ഫലമായി കേരളവർമ്മ ജോൺ മൺറോയ്ക്ക് പാട്ടത്തിന് നൽകിയ സ്ഥലമാണ് മൂന്നാറിലെ കണ്ണൻദേവൻ കുന്നുകൾ. അപ്പോൾ മൂന്നാറില്, ഇടുക്കിയിലാണ്, വയനാടുമാണ് പ്രധാനപ്പെട്ടും തേയില കൃഷിയുള്ളത്. അവിടെ ജോൺ മൺറോയും പൂഞ്ഞാർ രാജാവായിരുന്ന കേരളവർമ്മയും തമ്മിലുണ്ടായ കരാറിന്റെ ഫലമായിട്ടാണ് കേരളവർമ്മ രാജാവ് പാട്ടത്തിന് നൽകിയ സ്ഥലമായിരുന്നു ഏത്? മൂന്നാറിലെ കണ്ണൻ ദേവൻ കുന്നുകൾ എന്ന് ഓർത്തിരിക്കുക. ഏതൊക്കെയാണ്? പൂഞ്ഞാർ രാജാവായിരുന്ന കേരളവർമ്മ തമ്പുരാനും അതുപോലെ ജോൺ മൺറോയും എന്ന് കൂട്ടുകാർ ഓർത്തിരിക്കുക. ഇനി PSC പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് എന്ത്? ഇതിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? ശാസ്ത്രീയ നാമം കമേലിയ സൈനൻസിസ് എന്നാണ്. എന്താണ്? കമേലിയ സൈനൻസിസ് എന്നാണ് തേയിലയുടെ ശാസ്ത്രീയ നാമം. തേയിലയിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് ആണ് തെയീൻ. തേയില തെയീൻ എന്നോർത്താൽ മതി. തേയിലയിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് ഏതാണ്? തെയീൻ എന്നാണ്. ഇന്ത്യയിൽ ആദ്യമായി 19-ാം നൂറ്റാണ്ടിന്റെ ആരംഭകാലത്താണ് തേയില കൃഷി ആരംഭിച്ചത്. തോട്ടങ്ങളിൽ കൃഷി ചെയ്യുന്ന ഗർഭിണികൾക്കായി വേജ് കോമ്പൻസേഷൻ ആരംഭിച്ച സംസ്ഥാനമാണ് ആസാം. അപ്പൊ വേജ് കോമ്പൻസേഷൻ ആരംഭിച്ച സംസ്ഥാനം, തോട്ടങ്ങളിൽ കൃഷി ചെയ്യുന്ന ഗർഭിണികൾക്ക് വേജ് കോമ്പൻസേഷൻ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ആസാം. അപ്പൊ തേയിലയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ആസാമാണല്ലോ. അതുകൊണ്ട് അവിടുത്തെ തോട്ടങ്ങളിൽ പണിയെടുക്കുന്ന സ്ത്രീകൾക്ക് ഒരു വേജ് കോമ്പൻസേഷൻ ആരംഭിച്ചത് ആസാമാണ്. ഇനി നമ്മുടെ അടുത്ത നാണ്യവിളയാണ് കാപ്പി. കാപ്പിയുടെ ജന്മദേശം എവിടെയാണ്? അത് എത്യോപ്യയാണ്. കാപ്പിയുടെ ജന്മദേശം എവിടെയാണ്? എത്യോപ്യയാണ് എന്ന് കൂട്ടുകാർ ഓർത്തിരിക്കുക. കാപ്പി തൈകൾ ഇന്ത്യയിൽ ആദ്യമായി കൊണ്ടുവരുന്നത് മുസ്ലിം പണ്ഡിതനായ ബാബ ബുദാൻ ആണ്. അപ്പൊ ഇന്ത്യയിലേക്ക് ആരാണ്? ഒരു അറബി പണ്ഡിതനായിരുന്നു, ഒരു മുസ്ലിം പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന്റെ പേരെന്താണ്? കാപ്പി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്, പ്രധാനമായിട്ടും കാപ്പിയൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നത് അറബികളാണ് കേട്ടോ. അപ്പോൾ ആ ഒരു മുസ്ലിം പണ്ഡിതനായിട്ടുള്ള ബാബ ബുദാനാണ് ഇന്ത്യയിലേക്ക് കാപ്പി കൊണ്ടുവന്നത്. അപ്പൊ കാപ്പി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് മുസ്ലിം പണ്ഡിതനായ ബാബ ബുദാനാണെന്ന് ഓർത്തിരിക്കുക. 15 ഡിഗ്രി സെൽഷ്യസിനും 25 ഡിഗ്രി സെൽഷ്യസിനും ഇടയിൽ താപനിലയുള്ള കാലാവസ്ഥയാണ് കാപ്പിക്ക് ഏറെ അനുയോജ്യം. ഇനി മഴയുടെ കാര്യത്തിലാണല്ലോ 125 സെന്റിമീറ്റർ മുതൽ 200 സെന്റിമീറ്റർ വരെ ലഭ്യമാകുന്ന വാർഷിക വർഷാപാതം കാപ്പിക്ക് വളരെ അനുയോജ്യമാണ്. ഇനി കാപ്പി അറിയപ്പെടുന്ന 1-2 പേരുകളുണ്ട്. തവിട്ട് സ്വർണം, ബ്രൗൺ സ്വർണം എന്നിങ്ങനെ അറിയപ്പെടുന്ന കാർഷിക വിഭാഗം ഏതാണെന്ന് PSC ചോദിച്ചാലോ? അത് കാപ്പിയാണ്. എന്തൊക്കെയാണ്?
തവിട്ടു സ്വർണം, ബ്രൗൺ സ്വർണം എന്നൊക്കെ അറിയപ്പെടുന്ന കാർഷിക വിഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് കാപ്പിയാണെന്ന് ഓർത്തിരിക്കുക. കാപ്പി ഉൽപാദനത്തിൽ ലോകത്ത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഏതാണ്? അത് ബ്രസീലാണ്. കാപ്പി ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനമുള്ള രാജ്യം ബ്രസീലാണ്. കാപ്പി ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഏതാണ്? അത് ബ്രസീലാണ്. അതുകൊണ്ട് തന്നെ ബ്രസീലിലെ പ്രമുഖ തുറമുഖമായ സാന്റോസ് ലോകത്തിന്റെ കാപ്പി തുറമുഖം എന്ന് വിളിക്കപ്പെടുന്നു. അപ്പൊ ലോകത്തിന്റെ കാപ്പി തുറമുഖം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രസീലിലെ പ്രധാനപ്പെട്ട ഒരു തുറമുഖമായിട്ടുള്ള സാന്റോസ് ആണ്. എന്താണ്? സാന്റോസ് എന്ന തുറമുഖമാണ് ബ്രസീലിലെ കാപ്പി തുറമുഖം, അല്ലെങ്കിൽ ലോകത്തിന്റെ കാപ്പി തുറമുഖം എന്നറിയപ്പെടുന്ന സ്ഥലം സാന്റോസ് ആണ്. 1940കളിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിൽ കാപ്പി കൃഷിക്ക് തുടക്കമിട്ടത്. അപ്പൊ ഇന്ത്യയിൽ കാപ്പി കൃഷി തുടങ്ങിയത് ഏതാണ് വർഷം? 1940 ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്താണ് എന്ന് ഓർത്തിരിക്കുക. കർണാടകത്തിലെ ചിക്ക്മംഗ്ലൂർ കുന്നിൻ ചെരിവുകളിൽ ഇന്ത്യയിൽ ആദ്യമായി കാപ്പിത്തൈകൾ നട്ടുവളർത്തൽ ആരംഭിച്ചു. അപ്പൊ കാപ്പി ആദ്യമായിട്ട് കൃഷി ചെയ്തത് എവിടെയാണ്? കർണാടകത്തിലെ ചിക്ക്മംഗ്ലൂർ എന്ന സ്ഥലത്താണ്. അതുകൊണ്ട് തന്നെ കർണാടകത്തിലെ കോഫി ലാൻഡ് എന്നറിയപ്പെടുന്നത് ചിക്ക്മംഗ്ലൂർ ആണ്. അപ്പൊ ചിക്ക്മംഗ്ലൂരിനെ എന്തറിയപ്പെടുന്നു? കോഫി ലാൻഡ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്നതും കർണാടകയിലാണ്. ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? കർണാടകയിലാണ്. ശാസ്ത്രീയ നാമം PSC ചോദിച്ചാലോ? ഒരു അറബിയാണല്ലോ നമ്മൾ കാപ്പി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ അതിനെ കോഫിയ അറബിക്ക എന്ന ശാസ്ത്രീയ നാമത്തിലാണ് കാപ്പി അറിയപ്പെടുന്നത്. ഇതിലെ കഫീൻ എന്ന ആൽക്കലോയിഡ് നാഡീകേന്ദ്രങ്ങൾ ഉത്തേജിപ്പിക്കുന്നു. നമ്മുടെ ഉറക്കമൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ കാപ്പി കുടിക്കുന്നു. അങ്ങനെ കാപ്പി കുടിക്കുന്നതൊക്കെ ആരോഗ്യത്തിന് ദോഷം ചെയ്യുമെന്ന് ഓർത്തിരിക്കുക. ലോകത്തിൽ ഏറ്റവും വില കൂടിയ കാപ്പി ഏതാണ്? അത് കോപ്പി ലുവാക് എന്നറിയപ്പെടും. ലോകത്തിലെ ഏറ്റവും വില കൂടിയ കാപ്പി ഏതാണ്? കോപ്പി ലുവാക് എന്ന് അറിയപ്പെടും. അടുത്തതാണ് കുരുമുളക്. യവനപ്രിയ, കറുത്ത പൊന്ന്, സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്ന നാണ്യവിളയാണ് കുരുമുളക്. ലോകത്ത് ഉൽപാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യമാണ് വിയറ്റ്നാം. ലോകത്തെ ഏറ്റവും കൂടുതൽ കുരുമുളക് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണെന്ന് PSC ചോദിച്ചാൽ അത് വിയറ്റ്നാം. ഏതൊക്കെ പേരിലാണ് കുരുമുളക് അറിയപ്പെടുന്നത്? യവനപ്രിയ, കറുത്ത പൊന്ന്, സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ്. ഇന്ത്യയിലത് കേരളത്തിലാണ്. മഴയിലൂടെ പരാഗണം നടത്തുന്ന ഒരു സുഗന്ധവ്യഞ്ജനമാണ് കുരുമുളക്. മഴയിലൂടെ പരാഗണം നടത്തുന്ന ഒരു സുഗന്ധവ്യഞ്ജനമാണിത് കുരുമുളക് എന്ന് അറിയപ്പെടുന്നു. ഇതിന്റെ ശാസ്ത്രീയ നാമം എന്താ? കുരുമുളകിന്റെ ശാസ്ത്രീയ നാമമാണ് പെപ്പർ നിഗ്രോം എന്ന പേരിൽ അറിയപ്പെടുന്നത്. പെപ്പർ നിഗ്രോം എന്നറിയപ്പെടുന്നത് ഏതാണ്? കുരുമുളകാണ്. അതിന്റെ ശാസ്ത്രീയ നാമമാണ് പെപ്പർ നിഗ്രോം എന്ന് അറിയപ്പെടുന്നത്. അടുത്തതാണ് റബ്ബർ. അടുത്ത നാണ്യവിളയാണ് റബ്ബർ. റബ്ബറിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? ഹെവിയ ബ്രസീലിയൻസിസ് എന്നാണ്. ഹെവിയ ബ്രസീലിയൻസിസ് എന്നാണ് ഏതിന്റെ ശാസ്ത്രീയ നാമം? റബ്ബറിന്റെ ശാസ്ത്രീയ നാമം. ഹെവിയ ബ്രസീലിയൻസിസ് എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന റബ്ബർ ജന്മം കൊണ്ട് ബ്രസീലിലാണ്. ജന്മം കൊണ്ടത് എവിടെയാണ്? ബ്രസീലിലാണ്. ഹെവിയ ബ്രസീലിയൻസിസ് എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന റബ്ബർ ജന്മം കൊണ്ടത് എവിടെയാണ്? ബ്രസീലിലാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? തായ്ലൻഡ് ആണ്. ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിൽ റബ്ബർ കൊണ്ടുവന്നത്. ഇന്ത്യയിലേക്കാരാണ്? ബ്രിട്ടീഷുകാരാണ് കൊണ്ടുവന്നത്. ഇന്ത്യയിൽ ആദ്യമായി റബ്ബർ കൃഷി ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ്? അത് കേരളത്തിലാണ്. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന റബ്ബറിന്റെ 90% എവിടെയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? അത്
കേരളത്തിലാണ്. ഇന്ത്യയിലേക്ക് ആദ്യമായി റബ്ബർ വിത്ത് കൊണ്ടുവന്നതാരാണ്? സർ വില്യം ഹെൻറി ആണ്. അപ്പൊ റബ്ബറിന്റെ പിതാവ്, ഇന്ത്യയിലെ റബ്ബറിന്റെ പിതാവ് ആരാണ്? ജോസഫ് മർഫിയാണ്. ഇന്ത്യയിലേക്ക് ആദ്യമായി റബ്ബർ വിത്ത് കൊണ്ടുവന്നതാരാണ്? സർ വില്യം ഹെൻറി ആണ് എന്ന് ഓർക്കുക. ഇനി ഇതിന്റെ കാലാവസ്ഥ നോക്കിക്കേ. 25°C കൂടിയ താപനിലയിലും 150 സെന്റിമീറ്റർ മുകളിൽ മഴയുമാണ് റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. മാത്രമല്ല, മറ്റു കൃഷികൾക്ക് പൊതുവെ അനുകൂലമല്ലാത്ത ലാറ്ററൈറ്റ് മണ്ണ് റബ്ബർ കൃഷിക്ക് ഏറെ അനുയോജ്യവുമാണ്. ഓക്കെ, റബ്ബർ കൃഷി ചെയ്യുന്ന ഏറ്റവും അനുയോജ്യമായ ഭൂവിഭാഗമാണ് ഇടനാടാണ്. കേരളം, കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ പ്രധാനമായിട്ടും റബ്ബർ കൃഷി ചെയ്യുന്നു. കൂടുതൽ റബ്ബർ കൃഷി ഉള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോട്ടയമാണ്. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷിയുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാലോ അതും കോട്ടയം തന്നെ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ഉള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോട്ടയമാണ്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള റബ്ബർ ബോർഡിന്റെ ആസ്ഥാനം കോട്ടയത്താണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ റബ്ബർ കൃഷി ഉള്ളത് എവിടെയാണ്? കോട്ടയം ജില്ലയിലാണ്. അതുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള റബ്ബർ ബോർഡിന്റെ ആസ്ഥാനം കോട്ടയത്താണെന്ന് ഓർത്തു വെക്കുക. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ സ്ഥിതി ചെയ്യുന്നതും കോട്ടയത്താണ്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നതും എവിടെയാണ്? കോട്ടയത്ത് തന്നെയാണ്. റബ്ബറിൽ നിന്ന് ലഭിക്കുന്ന കറയാണ്, പഴയ PSC ക്വസ്റ്റ്യൻ ആണ്, റബ്ബറിൽ നിന്ന് ലഭിക്കുന്ന കറയെ എന്ത് വിളിക്കാം? ലാറ്റക്സ് എന്ന് വിളിക്കാം. റബ്ബറിന്റെ ചീക്ക് രോഗത്തിന് കാരണം ഫംഗസ് ആണ്. ഇന്ത്യയിലെ ആദ്യ റബ്ബർ പാർക്ക് എവിടെയാണ് തുടങ്ങിയത്? ഇന്ത്യയിലെ ആദ്യ റബ്ബർ പാർക്ക് എറണാകുളത്ത് ഐരാപുരം എന്ന സ്ഥലത്താണ്. എവിടെയാണ്? എറണാകുളത്ത് ഐരാപുരം. റബ്ബറിന്റെ കാഠിന്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സൾഫർ ചേർക്കുന്ന പ്രക്രിയയെ എന്തു വിളിക്കും? പഴയ PSC ചോദ്യമാണ്. വാൽക്കനൈസേഷൻ എന്ന് വിളിക്കും. എന്താണ് വാൽക്കനൈസേഷൻ? റബ്ബർ പാൽ ഘനീഭവിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? ഫോർമിക് ആസിഡ് ആണ് കേട്ടോ. ഏതാണ്? റബ്ബർ പാൽ ഘനീഭവിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഫോർമിക് ആസിഡ്. റബ്ബർ പാൽ ഘനീഭവിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡാണ് ഫോർമിക് ആസിഡ്. PSC ചോദ്യമാണ്. റബ്ബർ പാൽ ഘനീഭവിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? ഫോർമിക് ആസിഡ്. റബ്ബർ ലയിക്കുന്ന ലായനിയാണെന്ത്? ബെൻസീൻ എന്ന് അറിയപ്പെടുന്നത്. അടുത്ത നാണ്യവിളയാണ് പരുത്തി എന്ന് പറയും. പരുത്തിയുടെ ജന്മദേശം ഏതാണ്? ഇന്ത്യയാണ്. പരുത്തിയുടെ ജന്മദേശം ഇന്ത്യയാണെന്ന് ഓർത്തിരിക്കുക. പരുത്തി കൃഷിയിൽ ലോകത്ത് നിലവിൽ 1-ാം സ്ഥാനത്ത് ഇന്ത്യയാണ്. 2-ാം സ്ഥാനം ചൈനയാണ്. 1-ാം സ്ഥാനം ഇന്ത്യയും 2-ാം സ്ഥാനം ചൈനയും. യൂണിവേഴ്സൽ ഫൈബർ, സിൽവർ ഫൈബർ എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് എന്താണ്? പരുത്തി തന്നെയാണ്. മാൽവേഷ്യ കുടുംബത്തിലാണ് ഈ പരുത്തി ഉൾപ്പെടുന്നത്. മാൽവേഷ്യ കുടുംബത്തിലാണ് പരുത്തി ഉൾപ്പെടുന്നത്. ഇടയിലുള്ള കാലാവസ്ഥ ആണ് പരുത്തി കൃഷിക്ക് ഏറെ അനുയോജ്യം. 20°C-നും 30°C-നും ഇടയിൽ താപനിലയുള്ള കാലാവസ്ഥയാണ് പരുത്തി കൃഷിക്ക് യോജിച്ചത്. 50 സെന്റിമീറ്റർ മുതൽ 80 സെന്റിമീറ്റർ വരെ ലഭ്യമാകുന്ന വാർഷിക വർഷപാതമാണ് അനുയോജ്യം. കേന്ദ്ര പരുത്തി ഗവേഷണ കേന്ദ്രം നാഗ്പൂരിൽ സ്ഥിതി ചെയ്യുന്നു. കേന്ദ്ര പരുത്തി ഗവേഷണ കേന്ദ്രം എവിടെയാണ്? നാഗ്പൂരിലാണ്. ഇനി കേരളത്തിൽ പാലക്കാട്ട് ചിറ്റൂരിലാണ് പരുത്തി കൃഷി ചെയ്യപ്പെടുന്നത്. അടുത്ത നമ്മുടെ നാണ്യവിളയാണ് ചണം എന്ന് പറയും. അടുത്ത നാണ്യവിളയാണ് ചണം. ചണത്തിന്റെ ഉൽപാദനത്തിൽ ഇന്ത്യക്ക് ഇപ്പോൾ 1-ാം സ്ഥാനമാണുള്ളത്. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ചണം ഒരു നാരുവിളയാണ്. ചണത്തിന്റെ ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിൽ ചണ വ്യവസായം പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ബംഗാളിലാണ്. ഇന്ത്യയിലെ പ്രധാന ചണ ഉൽപാദന മേഖല ബംഗാളിലെ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശങ്ങളിലാണ്. കോർക്കറസ് ക്യാപ്സുലാരിസ് എന്നാണ് ചണത്തിന്റെ ശാസ്ത്രീയ നാമം. സുവർണ നാരെന്ന് അറിയപ്പെടുന്നത് ചണമാണ്. അടുത്ത ഒരു നാണ്യവിളയാണ് ഏലം. ഇന്ത്യക്ക് വൻതോതിൽ വിദേശ നാണ്യം നേടിത്തരുന്ന വിളകളിൽ ഒന്നാണ് ഏലം. വിദേശ നാണ്യം നേടിത്തരുന്ന പ്രധാനപ്പെട്ട ഒരു വിളയാണെന്ത്? ഏലം എന്ന് പറയുന്നത്.
ഇതിന്റെ ഒരു വിളിപ്പേരാണ് സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി. സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവാരാണ്? സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ഏതാണ് എന്ന് കൺഫ്യൂഷൻ ഇല്ലാതെ ഓർത്തിരുന്നോളണം. കേരളം, തമിഴ്നാട്, കർണാടകം എന്നീ സംസ്ഥാനങ്ങളിലാണ് പ്രധാനമായും ഏലം കൃഷി ചെയ്യപ്പെടുന്നത്. ഞള്ളാനി വിള എന്നറിയപ്പെടുന്ന വിളയാണേത്? ഏലം. എലറ്ററിയ കാർഡമം എന്നാണ് ശാസ്ത്രീയ നാമം. എലറ്ററിയ കാർഡമം എന്നാണ് ഏലത്തിന്റെ ശാസ്ത്രീയ നാമം. പറുദീസയിലെ വിത്ത് എന്നറിയപ്പെടുന്നത് ഏലമാണെന്ന് ഓർത്തിരിക്കുക. അവസാനത്തെ നാണ്യവിളയാണ് നാളികേരം. നാളികേരത്തിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? PC ചോദിച്ചിട്ടുണ്ട്. കോക്കോസ് ലൂസിഫറ എന്നാണ് തെങ്ങിന്റെ ശാസ്ത്രീയ നാമം. കൽപ്പവൃക്ഷം, 1000 ആവശ്യങ്ങൾക്കുള്ള മരം എന്നിങ്ങനെ അറിയപ്പെടുന്നു. കൽപ്പവൃക്ഷം എന്നും 1000 ആവശ്യങ്ങൾക്കുള്ള മരം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഏതാണ്? അത് നാളികേരമാണ്. ഇന്ത്യയിലെ പ്രധാനമായും നാളികേരം നടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? കേരളം, തമിഴ്നാട്, ലക്ഷദ്വീപ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി വിസ്തൃതിയിലുള്ള നാണ്യവിളയാണ് തെങ്ങ്. 2ാം സ്ഥാനത്ത് റബ്ബറും 3. ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാന്ന് ചോദിച്ചാലോ കേരളത്തിൽ? അത് കോഴിക്കോടാണ്. നാളികേരത്തിന്റെ ശരാശരി ആയുസ് എത്രയാണ്? 50 വർഷമാണ്. ശങ്കര, ചന്ദ്രലക്ഷ്യ, ചന്ദ്രശങ്കര, കേര സൗഭാഗ്യ എന്നിവ അത്യുൽപാദന ശേഷിയുള്ള നാളികേര ഇനങ്ങളാണ്. തെങ്ങ് ദേശീയ ചിഹ്നമായിട്ടുള്ള രാജ്യം ഏതാണെന്ന് ചോദിച്ചാലോ? അത് മാലിദ്വീപാണ്. ലോക നാളികേര ദിനം എന്നാണ്?